നമസ്കാരം. മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സെയിൽസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് സെയിൽസ് ഫീൽഡ്, മാർക്കറ്റിംഗ് ഫീൽഡ്. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരോടും ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മടിയുള്ളൊരു മേഖലയാണ്. കാരണം അത് യഥാർത്ഥ കാരണം അവരുടെ ഒരു മാനസികാവസ്ഥയാണ്, മറ്റുള്ളവരെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, ലോകത്ത് കണ്ടുപിടിച്ചതിൽ ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് സെയിൽസ്. നമ്മൾ എന്ത് സെയിൽസ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു മുഖ്യ ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ സെയിൽസിന് പോകുമ്പോൾ, നമ്മൾ ഒരാളെ സമീപിക്കാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കസ്റ്റമറുടെ നോട്ടം, ഇരുത്തം, ഭാവം, സംസാരിക്കുന്ന ശൈലി, രീതി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കസ്റ്റമറോട് നമ്മൾ സംസാരിക്കുമ്പോൾ, സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാൻ. അതിലൊരു തയ്യാറെടുപ്പിൽ വേണം നമ്മൾ അവരെ സമീപിക്കാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്നൊരു ഉറപ്പിൽ വേണം നമ്മൾ അത് തന്നെ ഇറങ്ങി പുറപ്പെടാൻ. നമ്മൾ സെയിൽസിൽ ഇന്ന് 4 കാര്യങ്ങളാണ് മെയിനായി ചർച്ച ചെയ്യുന്നത്. സെയിൽസിൽ ആദ്യം വേണ്ടത് സെയിൽസിന്റെ എസ് ഫോർ സ്മൈൽ. നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം നമ്മളുടെ കസ്റ്റമറെ സമീപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ അല്ലാതെ പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന നമ്മളോടൊരു റിജക്ഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല, നമ്മളെ നോ പറഞ്ഞു റിജക്റ്റ് ചെയ്താൽ പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം തിരിച്ചു വരാൻ. അപ്പോൾ സെയിൽസിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മൈലാണ്. ചിരിച്ചുകൊണ്ട് പോകണം, ചിരിച്ചുകൊണ്ട് തിരിച്ചു വരണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ കാര്യങ്ങൾ പറയാണ്ട് നമ്മൾ സമയം ഇതിൽ നമ്മൾ വളരെ ക്രമീകരിച്ചുകൊണ്ട് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കിയിട്ട് പോകുന്നത്. പിന്നെ ചെയ്യുന്നത് അറ്റൻഷനാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിച്ചിട്ട് വേണം നമ്മൾ പോകാമെന്നുള്ളതാണ്. ഈ നമ്മൾ സീനിയറായിട്ടുള്ള ഓഫീസർമാർ നമ്മൾ കൂടിയുണ്ടെങ്കിൽ ആ കാണാൻ പോകുന്ന നമ്മൾ പ്രോസ്പെക്ടീസിനെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന ആളാണ്, ഇന്ന രീതിയിലുള്ള ആൾക്കാരാണ്, ഇത്ര അംഗങ്ങൾ ആ വീട്ടിലുണ്ട്, എന്തൊക്കെയുണ്ടോ, ഇനി ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കഴിവുണ്ടോ, അവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, ഇതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ബോധിപ്പിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനുള്ളത്. മൂന്നാമതുള്ളത് എല്ലാണ്. എന്ന് വെച്ചാൽ ലേണിംഗ്. നമ്മൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം. നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ സെയിൽസിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കണം, ലേണിംഗ് ഉള്ളവരായിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിരിക്കണം. പിന്നെ ലേണിംഗ് മാത്രമല്ല, നമ്മളൊരു ലിസണർ ആയിരിക്കണം. ലിസണർ എങ്ങനെയെങ്കിലും ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നമ്മൾ നന്നായി കേൾവിക്കാരനായി മാറണം. കസ്റ്റമർക്ക് കേൾവിക്കാരനായി മാറിക്കൊണ്ട് അവരത് കേൾക്കാനൊരു മനോഭാവത്തിൽ നമ്മൾ പോകണം. എന്നാലാണ് നമുക്ക് കൂടുതലും അവരായിട്ട് ബന്ധപ്പെടാനും അവരായിട്ട് ഇടപഴകാനൊക്കെ സാധിക്കുക. അപ്പോൾ നല്ലൊരു ലിസണർ ആവണം, ലേണിംഗ് ഉള്ളവരായി മാറണം. ഈ സെയിലിൽ ആണ് ഇനി പറയേണ്ടത്. അത് എക്സ്പ്ലെയിൻ. നമ്മൾ ചില ആൾക്കാർ പോയി പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കൺവിൻസ്ഡ് ആവും, പ്രൊഡക്റ്റ് വാങ്ങിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. എന്നാൽ ചില സെയിൽസിലെ ആൾക്കാർ പോയി പറയുമ്പോൾ എടുക്കുന്നില്ല.
അതൊരു പ്രധാന ഘടകം. അവർ പറയാ അവരെടുക്കുന്നില്ല, കസ്റ്റമർക്ക് വേണ്ട, കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇഷ്ടപ്പെടാത്തതിനും എടുക്കാത്തതിനും പ്രധാന കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് ഇമ്പം ഉണ്ടാവുന്ന രീതിയിൽ, ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നില്ലാന്ന് ശരിയായ കാരണം. അതുകൊണ്ട് തന്നെ ഈ സെയിൽസിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കി പഠിച്ചു നിങ്ങൾ പോകാൻ തയ്യാറുക. ചിരിച്ചോട് സ്മൈലോടുകൂടി പോകാൻ തയ്യാറുക. നമ്മൾ വളരെ ശ്രദ്ധയോട് അറ്റൻഷനോട് ചെയ്യാൻ തയ്യാറുക. നമ്മൾ ലേണിംഗ് പഠിച്ചുകൊണ്ട് പോകണം. അവര് ലിസണർ ആവണം, നല്ല കേൾവിക്കാരനാവണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ കമ്പനിയെ കുറിച്ചും നമ്മളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ നമ്മുടെ കുടുംബത്തിലോ കൂട്ടുകാരിക്കോ നാട്ടുകാരിക്കോ ഒക്കെ പറഞ്ഞ് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ച് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. എന്തായാലും ആ ഒരു കഴിവോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സെയിൽസ് ക്ലോസറായി മാറാൻ പറ്റും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.